Hello, good morning. Morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Okay. ഇത്രയും ആളുകളുള്ള 10:30-ക്കാണല്ലേ നിങ്ങളുടെ ക്ലാസ് പറഞ്ഞത് ഇന്ന്? അല്ലേ? അതെ മാം. അതെ. ഓക്കെ. ഒന്ന് വീഡിയോ നിങ്ങളുടെ ഒന്ന് ഓൺ ആക്കാമോ? ക്യാമറയൊക്കെ എല്ലാവരും അതെ അതെ. ക്യാമറ ഓൺ ആക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണോ? ബാക്കി എന്തെങ്കിലും ഉള്ളൂ. ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല? കിട്ടുന്നില്ലല്ലോ മാം. നോക്കട്ടെ, ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പൊ ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ എല്ലാവർക്കും. ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല ആണോ? ലീവ് ആയിക്കോട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? നിങ്ങളൊക്കെ എവിടെയൊക്കെ ഉള്ളവരാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണേ, അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? നിങ്ങളെ തന്നെ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് നിഷ എന്നാണ്. ഇനി നമ്മളുടെ ഈ എന്താ പറയാ ഈ കോഴ്സ് നടത്തുന്ന സ്ഥലം, അതായത് ഞങ്ങളുടെ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോർത്ത് പറവൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ നോർത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്താ പറയാ, ഞാൻ പ്രൊഫഷൻ കുറെ നാളുകളായിട്ട് മേഖലയിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മളും കൂടിയായിട്ടാണ്, അതായത് മറ്റു ടീച്ചേഴ്സും ഉണ്ട്, പിന്നെ ഞാനും കൂടിയിട്ടാണ് നമ്മളിത് ഫുള്ള് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോ മനസ്സിലായല്ലോ? ഞാൻ പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് പോകെ നമുക്ക് പരിചയപ്പെടാം കൂടുതലായിട്ട്. നിങ്ങൾക്കും കൂടി നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? പറയാമോ? ആദ്യത്തെ ആൾ ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എവിടെയാണ് നിങ്ങളുടെ വീട്? എന്താ പേര്? നിങ്ങൾ എന്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണ്? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴെന്തെങ്കിലും ചെയ്യുന്നവരാണോ? ഗോപിക പറയാമോ? ഞാൻ ഗോപിക.
തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് മാവൂര്. ഞാനിപ്പോ PG കഴിഞ്ഞു, PG M.Com കഴിഞ്ഞു. അത് കഴിഞ്ഞു ഇപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. ആ. ഒരു ഫിനാൻസിന്റെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ. ഇപ്പം ചെയ്യുന്നില്ല. എന്താ പഠിച്ചത്? ക്വാളിഫിക്കേഷൻ M.Com. M.Com ആണ്. ഓക്കെ, വെരി ഗുഡ്. വീട് എവിടെയാന്ന് പറഞ്ഞ? കുറച്ച് മായന്നൂര്, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, അടുത്ത ആളൊന്ന് പറയോ? എന്റെ പേര് ഹലോ ഹലോ, പറഞ്ഞു. അനുരാജ് എന്നാണ് പേര്. കാലിക്കറ്റാണ് വീട്. BBA കംപ്ലീറ്റ് ചെയ്തതാണ്. വർക്ക് ചെയ്യുന്നുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പം ഒരു കാർഗോണ്ട് ഓഫീസില് അഡ്മിനിലെ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഓക്കെ, ഗുഡ്. അടുത്ത ആള് പറയൂ. സൗണ്ട് കേൾക്കണില്ലല്ലോ. അപർണയാണോ? ഇപ്പൊ കേൾക്കണം. ശരി. എന്റെ പേര് അപർണ. ഞാൻ പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്ക്. ഹൗസ് വൈഫ് ആണ്. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞാന് +2 കഴിഞ്ഞ് അക്കൗണ്ടിങ് കോഴ്സ് കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യുന്നില്ല. ഹൗസ് വൈഫ്. ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ, ഗുഡ്. അടുത്ത ആള്. ഹായ് മാം, ഞാൻ രേഖ ഹൗസ് വൈഫാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ചമ്പക്കുളത്താണ് താമസിക്കുന്നത്. ഞാൻ MA എക്കണോമിക്സ് ആയിരുന്നു പഠിച്ചതൊക്കെ. ഓക്കെ. ജോലിക്കൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ട്യൂഷൻ സെന്റർ നടത്തുമായിരുന്നു. കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോ ട്യൂഷൻ സെന്റർ നടത്തുന്നില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് വളർന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കോഴ്സ് കൂടെ ചെയ്താൽ എനിക്ക് എവിടെയെങ്കിലും ജോലി കയറാനുള്ള ഒരു വിശ്വാസം. ഇത്രയും നാളെ പഠിക്കുകയും ടച്ച് ഇല്ലാതിരുന്ന കാരണം എനിക്കെല്ലാം ഒരു തപ്പല്. അത് കാരണം എന്തെങ്കിലും ഒരു കോഴ്സ് കൂടെ ചെയ്തിട്ട് എന്റെ കയ്യിൽ നിന്ന് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഒക്കെ എനിക്ക് അങ്ങ് പോയി, ഇപ്പൊ സ്പീഡൊക്കെ പോയി, നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് ഒന്ന് വേറെ പോകാം എന്നുള്ള ഉദ്ദേശത്തിൽ. ഓക്കെ, ഒരാൾ കൂടി ഉണ്ടല്ലോ, അശ്വനി. അശ്വനി, ഞാൻ ജിയോഗ്രാഫിലാണ്. ഇപ്പൊ വർക്കിംഗ് അല്ല, 1 month ഞാൻ റിസൈൻ ചെയ്തിട്ട്. അപ്പൊ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം തൽക്കാലം റേഡിയോഗ്രാഫർ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ വീട് ആലപ്പുഴ, ഹരിപ്പാട്. ആലപ്പുഴയിലാണ് വീട്? ഹരിപ്പാടിന്. ശരി. അപ്പൊ നിങ്ങള് ഇപ്പൊ ഇവിടെ 5 പേരുണ്ട്. ഒരാൾ കൂടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു അത് കണക്ഷൻ പ്രോബ്ലം, ഇത് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. അതുകൊണ്ട് അവര് ലീവ് ചെയ്ത് പോയേക്കണേ. 10-15 കുട്ടികളും കണ്ടുവിടുന്നാണ് പറഞ്ഞത് എന്തെങ്കിലും അവിടെ. അപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി ഇവിടെ എന്താ പറയാ, ഒരു പുതിയൊരു കോഴ്സ് നമ്മള് എപ്പോഴും ഏതും എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മള് ജോലിക്കായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മളൊരു പേഴ്സണൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ നമ്മളെ കൊണ്ട് പറ്റും ചെയ്യാൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മളൊരു സ്റ്റുഡന്റ് ആണ്, ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളിപ്പോ ഏത് രീതിയിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് കടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇതുപോലെ എന്താ പറയാ ചില കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊഫഷൻ ബേസ് ആയിട്ടുള്ള ചില കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കാലെടുത്ത് വെപ്പാണ്, ഇപ്പൊ ഒരു സ്റ്റെപ്പാണ് ചെയ്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അത് പഠിച്ചാൽ എനിക്ക് എത്ര യൂസ്ഫുൾ ആകും എന്നൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേ? ആരെങ്കിലും പറഞ്ഞോ? ആർക്കെങ്കിലും പറയാം. ഓരോരുത്തർക്കും സ്കോപ്പ് ഉള്ള സ്ഥലമാണ് ഹോസ്പിറ്റലിന്റെ. ഹോസ്പിറ്റലിൽ ഏത് സെക്ഷൻ നോക്കിയാലും അവിടെ നമുക്ക് എല്ലായിടത്തും എല്ലാ ഭാഗത്തും നമുക്ക് സ്കോപ്പ് കാണാൻ പറ്റും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുകയാണെങ്കിൽ.
ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും പോവാം ആ സെക്ഷനിൽ. യെസ്, അതൊരു റീസൺ ആണ്, നല്ലൊരു റീസൺ ആണ്. പിന്നെ എന്ത് കാരണങ്ങൾ കൊണ്ടാകാം? പിന്നെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അതായത് ഇപ്പൊ ആള് പറഞ്ഞത് അതാണ്, ഹെൽത്ത് കെയർ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓരോ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ കേൾക്കുന്നത് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. ഹോസ്പിറ്റൽ, അത് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ സ്കോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് എന്ന് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള ആളുകളും അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ഏത് രീതിയിൽ ഇപ്പൊ കുട്ടികളാണെങ്കിൽ പോലും കുറെ മുമ്പൊക്കെ എന്താ പറയാ +2 കൊമേഴ്സ് എടുക്കുക, എന്താ പറയാ പിന്നെ അത് കഴിഞ്ഞ് ബികോം എടുക്കുക എന്നുള്ള ഐഡിയ ആയിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഏത് പഠിക്കാൻ കുറച്ച് ഈസിയാണ് അല്ലെ, സയൻസ് എടുക്കുമ്പോൾ കുറച്ച് ടഫാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്ന് ആ രീതിയിലല്ല ആളുകൾ കൂടുതൽ നോക്കുക. കാരണം കുറെ സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് ഹോപ്പ്ഫുൾ ആണ്. നമുക്ക് കുറച്ച് കൂടുതൽ നമ്മുടെ ഒരു എന്താ പറയാ പേഴ്സണൽ ഗ്രോത്ത്, അതായത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു എന്താ പറയാ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ സാലറി ഇൻകം, അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് ഹൈ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കൊക്കെ നമുക്ക് എന്താ പറയാ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ കേരളത്തെ പോലെയുള്ള, നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള ഒരു എന്താ പറയാ ഇറ്റ്സ് മോർ പോപ്പുലേറ്റഡ് എന്താ പറയാ ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇൻ ദ പൊസിഷൻ അല്ലെ, ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു എന്താ പറയാ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് തരുന്ന രീതിയിൽ നമുക്ക് ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അതിന് ഭയങ്കര എന്താ പറയാ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. അതായത് നമ്മളുടെ ഉയർന്നു വരുന്ന ഡിസീസസ് അല്ലെങ്കിൽ ഇത്തരം എന്താ പറയാ ഒരുപാട് നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ അല്ലെ. അപ്പോ ഡിസീസസ് ഒത്തിരി ഇന്ന് വളരെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആ ഒരു മേഖലയിലാണ് നമുക്ക് കുറച്ച് കൂടുതൽ നമുക്ക് വർക്ക് സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സേവനം, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ സർവീസസ് കൂടി നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സർവീസ് കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്ന ആളുകളാണെങ്കിൽ ആ രീതിയിൽ, പിന്നെ സാലറി കുറച്ച് കൂടുതൽ ഏൺ ചെയ്യണം എന്നുള്ള രീതിയിൽ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം കുറച്ച് കഥകൾ അതൊക്കെ ആയിരിക്കാം അല്ലെ, കുറച്ച് റീസൺസ് ഒക്കെ അതൊക്കെ തന്നെയാണ്. ഇനി അപ്പൊ നമ്മള് വിചാരിക്കും, നമുക്കറിയാം ഇന്ന് ഒത്തിരി പ്രോജക്റ്റുകൾ ഇപ്പൊ എന്താ പറയാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഇനീഷ്യേഷൻസ് അതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ. അതായത് എന്താ പറയാ കുട്ടികളൊക്കെ പഠിക്കുന്ന നഴ്സിംഗ്, അതുപോലെ കാർഡിയാക് അനസ്തേഷ്യ, അങ്ങനെ ഒരുപാട് ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ്. പണ്ടൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള എന്താ പറയാ ജ്ഞാനമൊന്നും നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ സയൻസ് കഴിഞ്ഞാൽ വേഗം തന്നെ BSc എടുത്തു, BSc കഴിഞ്ഞാൽ അപ്പൊ തന്നെ നഴ്സിംഗിലേക്ക് പോയി, അത്രയും മാത്രമേ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കുട്ടികൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിരുന്നത് പണ്ടത്തെ ഒരു കുറച്ച് മുമ്പ് വരെയൊക്കെ. പക്ഷെ ഇന്ന് സയൻസ് എടുത്താൽ പോലും ഈ സയൻസിൽ നിന്നും പല മേഖലകളിലേക്കും നമുക്ക് പോകാൻ പറ്റും. ഈ മെഡിക്കൽ, അത് ഹോസ്പിറ്റൽസിലേക്ക്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റലിന്റെ അകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ അതിന്റെ അല്ലാതെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുക, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് അവരുടെ ഇൽനെസ് ക്യൂർമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ബിഹൈൻഡ് ദാറ്റ്, അതിനേക്കാൾ ഉപരി there are many other supportive, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി കുറച്ച് എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ആളുകളെ പരിശോധിക്കുക, കുത്തിവെക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക, അവരുടെ എന്തെങ്കിലും രോഗങ്ങൾക്ക് ഭേദമാക്കുക, നഴ്സ് ചെയ്യുക, ഇത് മാത്രമല്ല, അല്ലാതെ അബൌട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മറ്റ് തരത്തിലുള്ള നോൺ മെഡിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റൽസിലുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു എന്താ പറയാ കൈകാര്യം ചെയ്യാൻ ഒരു മാനേജ്മെന്റ്, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിന്റെ പിന്നില്. നമ്മൾ വിചാരിക്കും ഇപ്പൊ എപ്പോഴും നമ്മൾ ഒരു ഹൈ സാലറി ആണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ
ഒരു ഹൈ സാലറി പ്രതീക്ഷിക്കുമ്പോഴും നമുക്കറിയാം ഓടി അങ്ങോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 6 ഡിജിറ്റ് സാലറി വേണം, എനിക്കൊരു 5 ഡിജിറ്റ് സാലറി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഈച്ച് ആൻഡ് എവറി എന്ത് കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ നോളജ് പ്ലസ് എക്സ്പീരിയൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അക്കോർഡിംഗ് ടു ദാറ്റ് അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് അവർ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഇതിന്റെയൊക്കെ ബേസിസിലാണ് നമ്മളുടെ സാലറിയുടെ ആ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാകുക. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിക്കുമ്പോഴും നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് കുറെ കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റൽസിലുണ്ട്. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാനേജ്മെന്റ് കോഴ്സ്. അതൊരു മാനേജ്മെന്റ് കോഴ്സാണ്. എന്ത് മാനേജ് ചെയ്യുക എന്നുള്ളതായിരിക്കാം ഇവിടുത്തെ ഉദ്ദേശം. അവിടെ വരുന്ന പേഷ്യൻസിനെ ഒന്നും നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? പേഷ്യൻസുമായിട്ട് നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരുന്നത് മുഴുവൻ പേഷ്യൻസ് ആണ്. പക്ഷെ ഈ പേഷ്യൻസ് അവരെ വിസിറ്റ് ചെയ്യാൻ വരുന്നവര്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെ ഒന്നും മാനേജ് ചെയ്യുന്നതല്ല. അതിനേക്കാൾ ഉപരി ആ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റത്തെ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം ആയ രീതിയിൽ സ്മൂത്ത് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സം അതർ systems also work in a hospital. മറ്റ് തരത്തിലുള്ള പല കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലിൽ എന്താ പറയാ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവയെ പരിചയമില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും അവരെ ആശ്രയിച്ച് തന്നെയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരിക. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു പേഷ്യന്റിനെ കൊണ്ട് ചെല്ലുമ്പോൾ നേരെ നമ്മൾ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ചീട്ടെടുക്കുന്നിടത്ത് പോയി അവിടെ നിന്ന് ചീട്ടെടുക്കുന്നു. പേഷ്യന്റിന്റെ എന്താ പറയാ ഡോക്ടറെ കാണുന്ന ഇതിന്റെ ഡോറിന്റെ വാതിലിൽ പോയിരിക്കുന്നു, അവർ വിളിക്കുന്നു, നമ്മളാളെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പോകുന്നു, നമ്മളുടെ കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യുന്നു. അതിനുശേഷം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ഫാർമസിയുടെ അവിടെ വന്നു. ഇത്രയും കാര്യങ്ങളാണ് നടക്കുക. പക്ഷേ ഇൻ സം കേസസ് ചില സാഹചര്യങ്ങളിൽ ഈ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെന്നത് മുതൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ചില പ്രോബ്ലംസ്, ചില ഡിഫിക്കൽട്ടീസ് ദി പേഷ്യൻസ് ആൻഡ് ഓൾസോ ദ റിലേറ്റീവ്സ് ഹു ആർ ബ്രിങ്ങിങ് ദം ടു ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പല ഡിഫിക്കൽട്ടീസും സച്ച് ആസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവയർനെസ് ഓഫ് എന്താ പറയാ മറ്റു പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നോൺ അവയറൻസ് ആയിരിക്കും. ചില കാര്യങ്ങളെ കുറിച്ച് അവർക്കുള്ള അറിവില്ലായ്മ, ചില ഇൻഷുറൻസ് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ അങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് അവർക്ക് സംശയവും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഡൗട്ട്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ പോലെയുള്ള വലിയ ഓർഗനൈസേഷൻ ദർ ആർ മെനി people or employees who are working in a hospital. ഒരു ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടായിരിക്കും അല്ലെ. ഏറ്റവും ബോട്ടം ലെവൽ തുടങ്ങി ടോപ്പ് ലെവലിലുള്ള ആളുകൾ വരെ ഒരുപാട് എംപ്ലോയീസ് വിൽ ബി വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം. ഇവരുടെ ആക്ടിവിറ്റീസ്, ഇവരുടെ ഓപ്പറേഷൻസ്, ഇവരെല്ലാം കൃത്യമായ രീതിയിൽ അക്കോർഡിംഗ് ടു ദ പ്രോട്ടോകോൾ ഓഫ് ദ ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അറിയണം, ഇതൊക്കെ മാനേജ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നോട്ട് ഓൺലി ഇൻ എ ഹോസ്പിറ്റൽ ബട്ട് ഓൾസോ ഇൻ എവറി ഓർഗനൈസേഷൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് വെരി എസെൻഷ്യൽ അല്ലെ. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ അത് ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഭാഗമാണ്. പിന്നെ എന്താ പറയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ ഇൻഷുറൻസ് ആർ പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. അതായത് ഇന്നത്തെ കാലത്ത് എന്താ പറയാ BPL അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങള്, പിന്നെ ദോസ് ഹു ആർ വർക്കിംഗ് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നവര്, അവരുടെ ഫാമിലീസിനൊക്കെ പലതരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഹൗ ക്യാൻ ബി ഒബ്റ്റെയിൻ, അതിന്റെ എമൗണ്ടുകളൊക്കെ നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാം, ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഭാഗം അല്ലെ. പിന്നെന്താ പബ്ലിക് റിലേഷൻസ്, അതായത് PRO അല്ലെ, പബ്ലിക് റിലേഷൻസ്, അതായത് പബ്ലിക്കുമായിട്ട്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേണലിലുള്ള അകത്തുള്ള എംപ്ലോയീസുമായിട്ട് ഡീൽ ചെയ്യുന്ന അവരെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡീൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസർ അല്ലെങ്കിൽ ഓഫീസ് അതിനുവേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ദോസ് ഹു ആർ ഡീലിംഗ് വിത്ത് ദ ഹോസ്പിറ്റൽ ഹു ആർ കമ്മിങ് ഔട്ട് ഫ്രം ദ ഔട്ട്സൈഡ്, ഹോസ്പിറ്റലിന്റെ പുറത്ത് നിന്ന് ഇവിടെ അകത്തേക്ക് വരുന്ന
ചെയ്യുന്ന പേഷ്യൻസ്, മറ്റാളുകൾ, ഇവരെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ഫോർ മേക്കിംഗ് എ ഗുഡ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു നല്ല ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു പബ്ലിക് റിലേഷൻസ്, അപ്പൊ ഈ എല്ലാ മേഖലകളും ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിനെ പല രീതിയിലും സപ്പോർട്ട് ചെയ്ത് അതിന്റെ ഓപ്പറേഷൻസിനെ മുന്നിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏതിന്റെ ഉദ്ദേശം? നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉദ്ദേശം. ദാറ്റ് മീൻസ് ദ മാനേജ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി തിങ്സ് ഓർ ഓപ്പറേഷൻസ് വിച്ച് ആർ ഓപ്പറേറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും എന്താ പറയാ അഡ്മിനിസ്റ്റർ ചെയ്യുക, മാനേജ് ചെയ്യുക, ആ ഒരു ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് സ്മൂത്ത് ആക്കി കൊണ്ടുപോകുക, ഹെൽത്ത് കെയർ സിസ്റ്റത്തെ എന്താ പറയാ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരു മാനേജ്മെന്റ്, ഒരു ലീഡർഷിപ്പ്, അത്തരം ഒരു എബിലിറ്റിയിലേക്ക് നമ്മളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ you must have the ability to be a leader. ഒരു ലീഡർ ആയി തീരാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. ഒരു ലീഡറിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ഇതെല്ലാം നമുക്കറിയാം, നമ്മളവിടെ പേഷ്യൻസിനെ നോക്കണ്ട, രോഗമായിട്ട് വരുന്ന ആളുകളെ നമ്മൾ ചികിത്സിക്കൊന്നും വേണ്ട. അത് ഒരു ഹോസ്പിറ്റലിന്റേതായ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാം, മാനേജ് ചെയ്യാം. ഈ എല്ലായിടത്തും ഒരു കൺട്രോളും എന്താ പറയുക ഒരു നമ്മളുടെ ഒരു ഓവർസീ അല്ലെ, നമ്മൾ ഒന്ന് മുൻകൂട്ടി കണ്ട് എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നാണ്. ഈ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വി ഷുഡ് ഹാവ് സം ലീഡർഷിപ്പ് ക്വാളിറ്റി. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അത് നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ ഒരു കോഴ്സിലൂടെയാണ്. അപ്പൊ ഈ കോഴ്സിലേക്ക് നമ്മൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്കൊരു ലീഡർ ആകാനുള്ള അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഏൺ ചെയ്യാം, നമുക്ക് നമ്മളുടേതായ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാം, നമുക്കൊരു ഹൈ സാലറിയെ എക്സ്പെക്ട് ചെയ്യാം അല്ലെ, ഒരു മെഡിക്കൽ കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകാം, പാർട്ടിസിപ്പേഷൻ നമുക്ക് ഉണ്ടാകാം. അങ്ങനെ ഒത്തിരി 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 ഫാക്ടേഴ്സ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ എടുക്കുന്നതുകൊണ്ട്, ഒരു ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകാം. ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു 6 months കോഴ്സ് മുതൽ ഒരു 1 year കോഴ്സ് വരെയൊക്കെ ഡ്യൂറേഷൻ ഉള്ള കോഴ്സുകളാണ്. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ കോഴ്സ് ആൻഡ് ഓൾസോ ദ പ്രാക്ടിക്കൽ നോളജ്, എക്സ്പീരിയൻസ്, അതിന്റെയൊക്കെ ബേസിസിലാണ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഓർ യു ആർ ഗോയിങ് ടു ഏൺ സം സാലറി. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സാലറിയിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ ഫസ്റ്റ് ഇയർ ഒക്കെ നമ്മളിപ്പോ കോഴ്സ് കഴിഞ്ഞു, നമ്മൾ ഏത് കോഴ്സ് കഴിഞ്ഞാലും നമ്മൾ വി ഷുഡ് ഹാവ് ടു ട്രൈ അവർ സെൽഫ്. നമ്മൾ നമ്മളുടേതായ രീതിയിൽ ട്രൈ ചെയ്യണം. എന്ത് കോഴ്സ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏത് ഓർഗനൈസേഷനും എന്താ പറയാ ഒരു എംപ്ലോയീനെ അവിടെ അവരുടെ ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എനർജി, അവരിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അത് കൊടുക്കാൻ നമ്മൾക്ക് കഴിവുണ്ടായിരിക്കണം. അത്തരം എന്താ പറയാ ഭയങ്കര പ്ലസന്റ് ആയിട്ട് എല്ലാവരെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ ഐഡിയാസ് വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് അവേഴ്സ്, നമ്മളുടേതായ ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യാനും, അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾക്കും സ്വന്തമായിട്ടൊരു എന്താ പറയാ ഒരു ഡിറ്റർമിനേഷൻ, ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ നമുക്ക് കഴിവുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത് പല ഓർഗനൈസേഷൻസും അവരുടെ എംപ്ലോയീസ് ആയിട്ട്. അല്ലാതെ നമ്മളിപ്പോ കുറെ എന്താ പറയാ ക്വാളിഫിക്കേഷൻസിന്റെ കുറെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളോ ഒത്തിരി സർട്ടിഫിക്കറ്റ് അതൊക്കെ തൂക്കി നോക്കിയിട്ടൊന്നുമല്ല. അപ്പൊ അത് ഭയങ്കര എന്താ പറയാ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹൗ ടു മാനേജ് എ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഒരു ഹോസ്പിറ്റലിന്റേതായ രീതിയിൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെ, കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഇറ്റ് വിൽ ഹെൽപ്പ്. അതെന്തിനാണ്? അപ്പൊ വൈ ഷുഡ് ബി സ്റ്റഡി സച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഇങ്ങനെ ഒരു കോഴ്സ് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കോഴ്സ്? വളരെ പണ്ടൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒന്നുമില്ല. വെറുതെ ഒരു ഹോസ്പിറ്റലിൽ കുറെ കാശുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാം, അവിടെ ജോലിക്കാരെയായിട്ട് ഒരുപാട് എന്താ പറയാ ക്വാളിഫിക്കേഷൻ ഉള്ള നഴ്സുമാരെയും ഡോക്ടേഴ്സിനെ ഒക്കെ കൊണ്ടുവന്ന് ഇരുത്തി അവര് ആളുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ പേഷ്യൻസ് വരുമ്പോൾ അവരിൽ നിന്ന് ഫീസ് വാങ്ങിച്ച് അവരെ ചികിത്സിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഈ എല്ലാ മേഖലയിലും ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. നമുക്കറിയാം ഏത് ഓർഗനൈസേഷൻ എടുത്താലും കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മേഖലയില്ല. അപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യത്തിന്റെ പ്രാപ്തിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമായതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന എല്ലാ സ്ഥലത്തേക്കും ഇപ്പൊ ഹോസ്പിറ്റലിന്റെ എന്റർപ്രണർക്ക് അത് മുഴുവനും കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ
അതിന് വേണ്ടിയിട്ട് മാനേജ് ചെയ്യാൻ ഒരു വിഭാഗം, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഈച്ച് ആൻഡ് എവറി സ്ഥലത്ത് ഇവര് കൺട്രോളിംഗ് അല്ലെങ്കിൽ ഇവരുടെ ഒരു മാനേജ്മെന്റ് അത്യാവശ്യമാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾസോ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അങ്ങനെ വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ അഫയേഴ്സ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല എന്താ പറയാ, ഒരു നല്ലൊരു കരിയർ നമുക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇറ്റ്സ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ എ പേഴ്സൺ ടു സെലക്ട് എ കരിയർ, ഗുഡ് കരിയർ പാത്ത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ പാത്ത് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് നമുക്ക് എന്തിനാണ് നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന്റെ ഇപ്പൊ ചിലപ്പോൾ ചില ആളുകൾക്ക് എല്ലാവർക്കും മെഡിക്കൽ ഫീൽഡിലേക്ക് വന്ന് എല്ലാവർക്കും ഡോക്ടർ ആക്കാൻ പറ്റിയെന്ന് നിർബന്ധമില്ല, എല്ലാവർക്കും നേഴ്സ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതിനൊക്കെ കുറച്ച് ധൈര്യം, ആത്മധൈര്യം ഒക്കെ കുറച്ച് കൂടുതൽ വേണം. പക്ഷെ എങ്കിലും ഐ ഹാവ് ടു വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ, എനിക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഹൗ, എങ്ങനെ? എനിക്കൊരു നേഴ്സ് ആകാനുള്ള യോഗ്യതയില്ല, എനിക്ക് എന്താ പറയാ സൂചി കാണുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് കാണുമ്പോഴോ എനിക്ക് വിറയ്ക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്ക് MBBS ഇല്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, അതിന്റെ മാർക്സ് അതിന് സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മളുടേതായ ഇതൊരു +2 യോഗ്യതയാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ സാധിക്കാം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ ഒരു മെഡിക്കൽ ഫീൽഡില് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ കരിയർ പാത്ത് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രോബ്ലംസ് വിച്ച് ഈസ് ഫേസ്ഡ് ബൈ ദ പേഷ്യൻസ് സച്ച് ആസ് ഫിനാൻസ് പ്രോബ്ലംസ് ആയിരിക്കാം, അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ പ്രോബ്ലംസ് ആയിരിക്കാം, പിന്നെ എന്താ പറയാ മാർക്കറ്റിംഗ് രീതിയിലാകാം, ഇൻഷുറൻസ് രീതിയിൽ, പിന്നെ IT സിസ്റ്റം വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ നമുക്ക് പല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽത്ത് കെയറിൽ ഇതിനെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ്. മാത്രമല്ല ബൈ ലേണിംഗ് ദിസ് കോഴ്സ്, ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ദ സ്റ്റുഡൻസ്, അതായത് പഠിക്കുന്ന ആളുകൾ ദേ വിൽ ഗെറ്റ് അല്ലെങ്കിൽ അക്വയർ എ നോളജ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതായത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ആൻഡ് ദേ ക്യാൻ ബിക്കം എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഒരു ഹെൽത്ത് കെയറിലെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ജോലിക്കാരനായിട്ട് മാറാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തിന്, വാട്ട് ഈസ് ദ നീഡ്, അതാണ് ഇതിന്റെ ഒരു നീഡ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ദർ ആർ മെനി ഹോസ്പിറ്റൽസ്, എന്താ പറയാ ഹോസ്പിറ്റൽസ് ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇന്ന് ഈ ഹോസ്പിറ്റൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ പറയാ രാജ്യത്തൊക്കെ ഏറ്റവും കൂടുതൽ ഒരു നല്ലൊരു ഹൈ പൊസിഷനിലായിട്ടുള്ളതും, അതുപോലെ ഇത്തിരി സാലറി നമുക്ക് കൂടുതൽ കിട്ടുന്നതും, അതുപോലെ ഒരു സേവനം എന്നുള്ള രീതിയിൽ സർവീസ് എന്ന രീതിയിൽ കുറച്ച് എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒത്തിരി ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഇന്ന് ഒരുപാട് ടെക്നോളജിക്കലി ഒരുപാട് ഡെവലപ്ഡ് ആണ് നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള രാജ്യം. ഒത്തിരി ടെക്നോളജീസ് ഒക്കെ പുതിയതായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഫോർ അതിനകത്തൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ആളുകളെ തന്നെ എംപ്ലോയീസിനെ തന്നെ വേണം, ഇതിനെയൊക്കെ മാനേജ് ചെയ്യാനും ആളുകളൊക്കെ വേണം എന്നുള്ളതാണ്. ഇനി ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽ നോളജ്, അതുപോലെ എക്സ്പീരിയൻസ്, ഇതൊക്കെ ഏതൊരു ഇൻഡസ്ട്രിക്കും ഏറ്റവും ആവശ്യമുള്ളതാണ്. ഏത് ഓർഗനൈസേഷൻ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് വേണം. കുറെ പുസ്തകങ്ങളിലൂടെ നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രം പോരാ, നമുക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ അത്യാവശ്യമുണ്ട്. പിന്നെ ഒരു സ്കിൽ എന്താന്ന് വെച്ചാൽ ഇതിന് വേണ്ടത് നമുക്ക് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ വി ഹാവ് ടു എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ടു ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് നമ്മൾ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ പുവർ ആയിട്ടുള്ള ആളുകൾ വരും ഹോസ്പിറ്റൽസിൽ, ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളും ഉണ്ടാകും, ഹൈ എന്താ പറയാ ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന ആളുകളും ഉണ്ടാകും. പക്ഷെ ഇൻ എ ഹോസ്പിറ്റൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ആർ ട്രീറ്റഡ് ആസ് ഈക്വൽ, എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കാര്യം പഠിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ പോകെ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. സോ ദർ ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ. നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുകളുമായി ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആൻഡ് ഓൾസോ she should always be aware of the policies of the organization itself. ആ ഹോസ്പിറ്റലിന്റെ പോളിസീസ്, പ്രാക്ടീസസ്, പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് ആൾക്കറിയണം. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് ഇതിനെ കുറിച്ചൊക്കെ എല്ലാ അറിവുകളും ഉണ്ടായിരിക്കണം. അപ്പൊ ഹോസ്പിറ്റൽ ഇപ്പൊ ഒരു ഡോക്ടർക്കാണെങ്കിൽ അദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് മാത്രമുള്ള അറിവ് മതി താൻ കൈകാര്യം. ഇപ്പൊ ഒരു കാർഡിയോളജി വിഭാഗമാണ്, ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. സോ അദ്ദേഹത്തിന് ഒരു ഹാർട്ടിനെ സംബന്ധിക്കുന്ന രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൈകാര്യം ചെയ്താൽ മതി. പക്ഷെ ആസ് എ hospital administrator, he or she should have
കംപ്ലീറ്റ് നോളജ് അബൌട്ട് ദ ഹോസ്പിറ്റൽ, ഒരു നോളജ് കംപ്ലീറ്റ് ആയിട്ട് വേണം ഏതിനെ കുറിച്ചിട്ട്, താൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനെ കുറിച്ച്. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹി കനോട്ട് സോൾവ് ഇറ്റ്. അപ്പൊ അവർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ അറിവ് കംപ്ലീറ്റ് ആയിട്ട്, അതിന് ഒരു ദിവസമോ 2 ദിവസമോ ഒന്നുമല്ല, ഇറ്റ് വിൽ ടേക്ക് മെനി ഇയേഴ്സ്, ഒരുപാട് സമയം എടുക്കും, കുറച്ച് വർഷങ്ങൾ തന്നെ എടുക്കും. സോ ദാറ്റ് മീൻസ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് അല്ലെ. എക്സ്പീരിയൻസ് തന്നെയാണ് ഒരാളെ പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പൊ ആ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മളൊരു എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഞാൻ, എനിക്ക് എന്താ പറയാ ജോലി ചെയ്യാൻ നമ്മളെ ചിലപ്പോൾ അവിടെ ജോലിക്ക് എടുക്കും. ആ ഹോസ്പിറ്റലിന്റെ A to Z എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നേരം തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഇങ്ങനെ കുറച്ച് എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ അത് ഏൺ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനും സ്കില്ല് വർദ്ധിപ്പിക്കാനും ഒക്കെ പറ്റുക. സോ ദെൻ അതിനുശേഷം ഇഫ് വി ആർ ഹൈലി എക്സ്പീരിയൻസ്ഡ്, കുറച്ച് വർഷങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ വി ക്യാൻ ഡിമാൻഡ് ഹൈ സാലറി. അന്നേരം നമുക്ക് എന്ത് പറ്റും, നമുക്ക് നമ്മളുടേതായ സാലറിയെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും എവിടെ വർക്ക് ചെയ്യാനും. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ തെരഞ്ഞെടുത്തു. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു കോഴ്സിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ HR അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങളും അതിലേക്ക് ഇനി പഠിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളും അതേപോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആള് അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഉള്ള ആള്, ഒരു ഹോസ്പിറ്റലിന്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, മാനേജ് ചെയ്യാമെന്ന ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോ ഒരു കോഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു 6 months കോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടെ എക്സാംസ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ എന്തിനാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നാണ് നമ്മളിപ്പോ അത്ര പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒരു സാലറി, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ മാത്രം ഞാൻ തന്നുള്ളൂ. നമുക്കിതൊരു 4 modules ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് 6 months കോഴ്സ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 2 മൊഡ്യൂള്, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും. 3 and 4 അത് കഴിഞ്ഞിട്ടുള്ള മൊഡ്യൂളാണ്. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു എക്സാം ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു എക്സാം ആയിരിക്കും. അപ്പോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കട്ടെ. അപ്പോ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ജേർണിയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ നല്ല ഒരു കോഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നതിനും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നതിനും അതിൽ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ജോലികളൊക്കെ ഇപ്പൊ പുറത്തൊക്കെ അതിന്റെ സ്കോപ്പുകൾ കുറച്ച് കൂടുതലാണ്. ഇപ്പൊ ഒരുപാട് ഇതിന് മുൻപുള്ള കോഴ്സ് ഇത് തന്നെ നമ്മൾ നേരത്തെ ബാച്ചസ് ഉണ്ട്. അപ്പൊ അവര് ഓൾറെഡി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസ് വരെയൊക്കെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബാച്ചിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് റിട്ടയർ ചെയ്ത ആളുകൾ വരെ ഈ കോഴ്സിലേക്ക് ചേർന്നിട്ടുണ്ട്. അതായത് നഴ്സിംഗിൽ നിന്ന് അവര് അബ്രോഡിലൊക്കെ പോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ ഇതുപോലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കൊക്കെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ പഠിക്കുന്നത്. അവരൊക്കെ വളരെ നല്ല രീതിയിൽ അത് ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ, നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നാണ് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ജേർണി ടുഗദർ. നമുക്ക് ഒരുമിച്ച് ഒരു ജേർണിയിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുമുട്ടിയതാണ്, നിങ്ങളെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും. നിങ്ങളൊക്കെ എവിടെയൊക്കെ ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ ഈ അടുത്ത ഭാഗത്തൊന്നും എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടവരാരും തന്നെ ഇല്ല അല്ലെ. എല്ലാവരും കുറച്ച് ദൂരെയൊക്കെ ഉള്ളവരാണ്. അപ്പൊ നിങ്ങളെ പിന്നീട് ഇനി നമ്മൾ മൺഡേ മുതലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് ആരംഭിക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ മൺഡേ ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ജസ്റ്റ് നമ്മളൊന്ന് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊരു പറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് വന്നത്. ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടോ? ഇത് ഞാനിപ്പോ നോക്കിക്കഴിഞ്ഞപ്പോ അനുരാജ് മാത്രമാണ് ഒരു ബോയ് ആയിട്ട് ഇവിടെ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ നേഴ്സ് എന്നാണല്ലോ പറയാ. അപ്പൊ കൂടുതലും പെണ്ണുങ്ങൾക്കാണ് ഇതിനകത്ത് ചാൻസ് എന്നാണ്. ഇല്ല, തീർച്ചയായിട്ടും എബ്രോഡിലേക്കൊക്കെ നോക്കുന്ന ആൺകുട്ടികൾ കുറച്ച് അധികം പേര് ഇപ്പൊ ഈ ഒരു കോഴ്സുകൾ പല സ്ഥലങ്ങളിലും പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ഇതിനെ കുറിച്ചൊരു സർവേ ഒക്കെ നടത്തി കഴിഞ്ഞാൽ മനസ്സിലാകും. എബ്രോഡിലേക്കൊക്കെ ചാൻസ് നോക്കുന്ന ആളുകള് കൂടുതലും ഈ ഒരു കോഴ്സുകളൊക്കെ, ഇതൊക്കെ കുറച്ച് ഡ്യൂറേഷൻ കുറഞ്ഞ കോഴ്സാണ്, നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് ചാൻസസും കൂടുതലാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ മേഖല എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് സ്മൂത്ത് ആയിട്ട് പോകണ്ടേ. എന്നാലും മാത്രമേ ഒരു കൺട്രോളിംഗ് ആണ് എപ്പോഴും വേണ്ടേ അല്ലെ. കടിഞ്ഞാൺ ഒരാളുടെ കയ്യിലുണ്ടാക്കണം. ഒരു കുതിരയെ നിയന്ത്രിക്കുന്നത് എങ്ങനെ നമുക്കറിയാലോ അല്ലെ. ഒരു കടിഞ്ഞാണുണ്ട് അതിന്. അതുപോലെ ആ നിയന്ത്രണത്തിലൂടെയാണ് സ്മൂത്ത് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോവുക. നിയന്ത്രണം എന്ന് പറയുന്ന ഒരു സംഭവം, കൺട്രോളിംഗ് ഇല്ല, ഒരു മാനേജ്മെന്റ് ഇല്ല എന്ന് വിചാരിക്കാം. ഏതൊരു കാര്യത്തിലും അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതിലും.
അപ്പൊ ആ ഒരു മാനേജ്മെന്റ് എവിടെയെങ്കിലൊക്കെ തകരാറാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആളുകളെ പിന്നെ പറയാൻ പറ്റുമോ? ഇല്ല, അവിടെ ഒട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹോസ്പിറ്റലിനെ എങ്ങനെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. ആസ് എ ലീഡർ, ഒരു ലീഡർ എന്ന രീതിയിൽ നമ്മൾക്ക് അതിനെ എങ്ങനെ എന്താ പറയാ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ നമുക്ക് അതിനെ ഫേസ് ചെയ്യാം, അതിനെങ്ങനെ സൊല്യൂഷൻസ് കണ്ടെത്താം, ആ സമയത്ത് നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കണം, ഇതൊക്കെ സ്വന്തമായിട്ട് വരും. എങ്ങനെ? പ്രാക്ടീസിലൂടെ, എക്സ്പീരിയൻസിലൂടെ. നമ്മൾ കുറെ നാളുകൾ അതിൽ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള ഐഡിയാസ് ഒക്കെ കൂടുതൽ കിട്ടുക. പുറത്ത് നിന്ന് നോക്കിയിട്ട് എന്നെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്റെ കൂടെ നടന്ന് എന്റെ ഒപ്പം നിന്ന് എന്നോടൊപ്പം ചേർന്ന് നിന്ന് കുറച്ച് നാളുകൾ പോകുമ്പോഴാണ് ഹൗ ക്യാൻ ബി കൺട്രോൾ ഓർ മാനേജ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ, ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഏത് ഓർഗനൈസേഷനിലും. നമ്മുടെ വീടുകളായാലും ഇപ്പൊ നമ്മുടെ ഒരു വീട്ടില് ഒക്കെ തകടം പറഞ്ഞെടുക്കാണ്, എവിടെ നിന്നാ തുടങ്ങണ്ടേ അറിയില്ല. സോ അവിടെ ഒരു മാനേജ്മെന്റ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ആ ഒരു വീടായിട്ട് മാറുള്ളൂ. അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ എല്ലാ മേഖലയും മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മാനേജ്മെന്റിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുക. പിന്നെ മാത്രമല്ല പ്രാക്ടിക്കൽ നോളജ് നമുക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണമല്ല. ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ നമുക്ക് ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെറുതെ കൈ നോക്കി നിന്നിട്ട് ആജ്ഞാപിക്കുകയല്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യണം. അങ്ങനെ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മളുടെ കരിയർ ഡെവലപ്മെന്റ്, നമ്മുടെ സാലറി ഡെവലപ്മെന്റ്, ഇതൊക്കെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് യു ഷുഡ് ഹാവ് ആൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അത് കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. റിട്ടേൺലി നമ്മൾ കഴിഞ്ഞ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ സ്കൂളിലൊക്കെ ഒത്തിരി കിട്ടുമായിരുന്നു അല്ലെ. ഇപ്പൊ ഗ്രാമർ ക്ലാസ്സുകളൊന്നും സ്കൂളുകളിലൊന്നും വലിയ കാര്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ചില എന്താ പറയാ ഗ്രാമറൊക്കെ ഉണ്ടാവും, അത് മാത്രം പറഞ്ഞു കൊടുക്കും. ഈ കേരള സിലബസിൽ അങ്ങനെയാണ് ഇപ്പൊ. അതേസമയം പണ്ട് അങ്ങനെയല്ല, ഒരു ഗ്രാമറിന് വേണ്ടി മാത്രം ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു സെപ്പറേറ്റ്ലി അല്ലെ. ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഗ്രാമർ ഒന്നും ഇല്ല. പക്ഷെ ഹൗ ക്യാൻ ബി ഡെവലപ്പ് അവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ബൈ സ്പീക്കിംഗ് ഇറ്റ് സെൽഫ്. അത് സ്പീക്ക് ചെയ്ത് തന്നെ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒഫീഷ്യൽ ലാംഗ്വേജ് ആണല്ലോ ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്തും കുറച്ച് ഇംഗ്ലീഷ് ക്ലാസ്സുകളും ഇതിന്റെ ഒപ്പം ചേർത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ പുറമേ ഉള്ളത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൊഡ്യൂൾസിന് പുറമെ ഇംഗ്ലീഷ് ക്ലാസ്സുകളും ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ മൺഡേ ആയിരിക്കും ആരംഭിക്കുക. അപ്പൊ മൺഡേ ക്ലാസ്സുകൾ തുടങ്ങും. വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ല. മൺഡേ ടു സാറ്റർഡേ ആണോ? സൺഡേ അങ്ങനെയല്ല, മൺഡേ ടു ഫ്രൈഡേ ആണ്. മൺഡേ ടു ഫ്രൈഡേ ആണ്. മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ വെച്ച് ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും തോന്നില്ല. എല്ലാ ദിവസവും പറ്റില്ല. ചാൻസ് കുറവാണ്. ഈ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ അന്നേരം തന്നെ അത് റെക്കോർഡ് ചെയ്യാണ്. ലൈവ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യും. അത് അന്നേരം നിങ്ങൾക്ക് അതായത് ഇന്നിപ്പോ രാവിലെ ക്ലാസ് നടക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നാളെ മോർണിംഗ് തന്നെ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ വാച്ച് ചെയ്യാം. അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അത് ടീച്ചേഴ്സ് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾ അതൊക്കെ എഴുതിയെടുത്ത് തന്നെ. അപ്പൊ ലൈവ് ക്ലാസ്സിൽ ഞങ്ങൾ കയറുന്നില്ലല്ലോ. അപ്പൊ ലൈവിലാവുമ്പോൾ നമ്മളിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്ന പോർഷൻസിൽ നിന്ന് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് ലൈവിൽ ഇരിക്കുന്നവർ മാത്രം അത് എഴുതിയെടുക്കുന്നു, ആൻസർ ചെയ്യുന്നു. ഞാൻ റെക്കോർഡഡ് ക്ലാസ് അല്ലേ കണ്ടേ, അപ്പൊ എനിക്ക് അത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അതേ ഇതില് സീരിയസ്നെസ്സിൽ കൂടി തന്നെ അത് എഴുതിയെടുക്കാനും അതിന്റെ ആൻസേഴ്സ് കണ്ടെത്താനും നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, കയറിയില്ലെങ്കിലും പറ്റാവുന്ന സമയങ്ങളിലൊക്കെ കയറുക. കയറാൻ പറ്റിയില്ല എന്നുള്ളെങ്കിൽ മാത്രം നമുക്ക് അത്ര പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ജോലിയുള്ള ആളുകൾക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ജോലിക്ക് പോണമല്ലോ. അപ്പൊ അതനുസരിച്ച് ഇനി പറയാനുണ്ടോ? അപർണ എന്തെങ്കിലും പറയാനുണ്ടോ? ലാംഗ്വേജ് വലിയൊരു പ്രശ്നം ഗ്യാപ്പ് വന്നതുകൊണ്ടേ. ഹലോ, അത് വലിയ പ്രശ്നമൊന്നും നോക്കണ്ട. നമ്മള് എത്ര പ്രായത്തിൽ നോക്കണി. ഞാൻ അതിനാണ് ഒരു എക്സാമ്പിൾ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ബാച്ചില് നമ്മള് ചെയ്യാത്തൊരു ബാച്ച് പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴേ കേൾക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് അങ്ങോട്ട് തിരിച്ച് പറയാൻ സ്പീഡും
ഇതും എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ അതൊരു പ്രശ്നമായി വരുമോ എന്നൊരു ഡൗട്ട്. ഇല്ലില്ല, അതൊന്നും പ്രശ്നമാവില്ല. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, പതുക്കെ പതുക്കെ. നിങ്ങളെ കൊണ്ട് ഞങ്ങള് അവിടെ നിന്ന് ഇപ്പൊ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങളെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയിപ്പിക്കും. നമ്മളിപ്പോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നിട്ട് വൺ മാൻ ഷോ കളിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ മാത്രം ഇങ്ങനെ ഒരു 1 hour ഫുള്ള് ഇരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. എനിക്കൊന്നും അത് പറ്റില്ല. ഞാൻ എന്തായാലും കുത്തി ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ അതിനുള്ള റിപ്ലൈ തരും. കുറച്ച് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഫ്ലുവന്റ് ആകാൻ സാധിക്കുക. സംസാരിച്ചാണ് നമുക്ക് സ്പീഡ് ആകാൻ പറ്റുള്ളൂ. അത് ഏത് ലാംഗ്വേജ് ആയാലും, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിരുന്ന വി വിൽ നോട്ട് സ്പീക്ക്, നമ്മൾ പറയില്ല. എന്നും നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇനി ഒരു യാത്രയിൽ ഒരുമിച്ച് കൈപിടിച്ച് നടക്കേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് ആ 6 months നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. റിട്ടയർ ചെയ്ത ഒരു ചേച്ചിയും അതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ പുള്ളിക്കാരി ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കുന്നത് ഇത് പഠിക്കാൻ തന്നെ ആഗ്രഹിച്ചിട്ട് തന്നെയാണല്ലോ. അപ്പൊ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് അത് തന്നെ നമുക്ക് അതന്നെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് തന്നെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഗോപിക, അശ്വനി, എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്ലാസ്സുകളിലായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം, പറയാ. ജിൻഷ ഉണ്ടോ അവിടെ? ഹലോ, അപ്പൊ ഓക്കെ. അപ്പൊ ഇനി അനുരാജിനെ ക്ലാസ്സിൽ കാണൂല എന്നാണോ അനുരാജ് പറയണേ? അല്ലല്ല, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. ചിലപ്പോ ഒന്ന് എക്സ്റ്റെൻഡ് ആയ ആ ദിവസം ലീവ് ആവുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ കയറുക കേട്ടോ ക്ലാസ്സില്. 90%. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് എന്താ പറയാ, നമുക്ക് കയറാൻ പറ്റാത്ത ദിവസങ്ങൾ നേരെ അറിയിക്കണോ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ PDF അയച്ചു തരത്തുള്ളൂ നോട്ട്? നിങ്ങളുടെ ആ ഗ്രൂപ്പിലേക്ക് മൊത്തത്തിലാണ് അയക്കുക. PDF മാത്രമല്ല, നിങ്ങൾക്ക് PDF മാത്രമല്ല, ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് അയച്ചു തരും കേട്ടാ. എന്തായാലും കാണാൻ പറ്റും എല്ലാവർക്കും കിട്ടും കേട്ടോ ക്ലാസ്. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. നിങ്ങൾ തിങ്കളാഴ്ച തുടങ്ങി നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, ബൈ. എക്സിറ്റ് ചെയ്യട്ടെ? ഹലോ,